ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ധ്യയെ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഞാൻ ഈ ഭദ്രാസനത്തിനല്ല സേവനം അനുഷ്ഠിക്കുന്നതെങ്കിലും മാവലിക്കുന്ന ഭദ്രാസനം എൻ്റെയും മാതൃഭദ്രാസനമാണ്. അതിനേക്കാളപ്പുറം ഈ ദേവാലയത്തിൽ ഈ ഭദ്രാസനത്തിലെ എന്ന് മാത്രമല്ല സഭയിലെ തന്നെ ഏറ്റവും ചൈതന്യമുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള ഈ കറ്റാനം വല്യപള്ളിയുടെ പൗരാണികമായ ഈ വചന ശുശ്രൂഷയുടെ വേദിയിൽ നിങ്ങളോടൊപ്പം ഈ വർഷമായിരിക്കുവാൻ ദൈവം കൃപ ചൊരിഞ്ഞുവല്ലോ. ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ അച്ഛൻ, നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം, അച്ഛൻ എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ രണ്ട് വൈദികരുടെയും ശുശ്രൂഷ കാലയളവിൽ ഇവിടെ എത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞതിന് എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. ഈ രണ്ടുപേരും എൻ്റെ വികാരിമാരായിരുന്നു. വന്ദനായ പി ഡി സക്കറിയാച്ചൻ കരുവാറ്റാപ്പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്താണ് ഞാൻ ശമാശനായി എൻ്റെ വിവാഹ കൂദാശയും എൻ്റെ പട്ടം കൊടയും നടത്തപ്പെടുന്നത്. ഈ രണ്ട് കൂദാശയ്ക്കും വേണ്ടി എന്നെ ഒരുക്കുന്നതിൽ അച്ഛൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അച്ഛനോട് അതുകൊണ്ട് തന്നെ ഒരു ഗുരുസ്ഥാനത്ത്, പിതാവിൻ്റെ സ്ഥാനത്ത് ആണ് ഞാൻ കാണുന്നത്. അച്ഛൻ അപ്രകാരമുള്ള ഒരു വാത്സല്യത്തിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളതും. ഒരുപക്ഷെ ഈ ക്ഷണത്തിൻ്റെ പിറകിലും എൻ്റെ കഴിവിനേക്കാളും അപ്പുറം അച്ഛൻ എന്നോടുള്ള വാത്സല്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അച്ഛനുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട റോയി അച്ഛനും എൻ്റെ ജസ്റ്റ് സീനിയറായി സെമിനാരിയിൽ പഠിച്ചതാണ്. എൻ്റെ വികാരിയായിരുന്നു. ഏറെ അടുപ്പവും ഹൃദയപൂർവമായ ബന്ധവും എനിക്ക് അച്ഛനോടുമുണ്ട്. ഈ രണ്ട് വൈദികരുടെ ശുശ്രൂഷ കാലയളവ് ഈ ദേവാലയത്തിന് അനുഗ്രഹ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് രണ്ടുപേരും എന്നെ ക്ഷണിക്കുന്നതിൽ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തെ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു മുന്നോടിയായി ഞാൻ അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു സംഭവം ഒന്ന് പറഞ്ഞ് പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ താഹ മാടായിയാണ്. പുസ്തകത്തിൻ്റെ പേര് മുഖം എന്നാണ്. എന്താണ്? ഉറക്കെ പറഞ്ഞേ. മുഖം എന്നാണ്. നമ്മളെ പോലെ മാമോദീസ ഏറ്റ് അഭിഷേകം പ്രാപിച്ച ഒരു സത്യക്രിസ്ത്യാനിയുടെ ദുരന്തപൂർണമായ ജീവിതത്തിന്റെ ആദ്യ ഭാഗവും പിന്നീട് അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന്റെ ഒരു വലിയ ചരിത്രവുമാണ് ഈ പുസ്തകം ഒരു യഥാർത്ഥ സംഭവത്തെ പുരസ്കരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1959 കണ്ണൂർ ജില്ലയിൽ ജനിച്ച അലോഷ്യസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ കഥയാണിത്. കഥയല്ല, സംഭവമാണ്. നമ്മളെപ്പോലെ മാമോദീസ ഏറ്റ് അഭിഷേകം പ്രാപിച്ചൊരു ജീവിതം ആരംഭിച്ചയാളാണ്. എന്നാൽ 15 വയസ്സ് മുതൽ മദ്യത്തിനടിമയായി. മദ്യമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യമായി. 2 ജോലികളാണ് അദ്ദേഹം പ്രധാനമായും ചെയ്തിരുന്നത്. ഒന്ന്, കിണർ കുത്താൻ പോകും. 2, ശവക്കുഴി വെട്ടാൻ പോകും. ഈ 2 ജോലികളും അധ്വാനം ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥിരമായ ബോധ്യത്തിലല്ല, നല്ലതുപോലെ മദ്യപിച്ച് ഒരു പാതി ബോധത്തിലാണ് ഈ ജോലികളൊക്കെയും ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം നടക്കുന്നത് 2005 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. പതിവുപോലെ ജോലി കഴിഞ്ഞു, വല്ലാതെ മദ്യപിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബോധം നഷ്ടപ്പെട്ട് ഛർദിച്ച് അവശനായി റോഡരികിൽ വീണുപോയി ഈ മനുഷ്യൻ. ആരും കണ്ടില്ല. ആരും കാണാതെ റോഡരികിൽ ഛർദിച്ചു കിടന്ന ഈ മനുഷ്യന്റെ ഛർദിൽ നക്കി തിന്നാൻ തെരുവ് നായ്ക്കൾ വന്നു. മുഖത്ത് പറ്റിയിരുന്ന ഛർദിൽ നക്കി തിന്നുന്നതിനിടയിൽ ആ നായ്ക്കൾ അലോഷ്യസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖത്തിന്റെ പകുതി കൂടി കടിച്ചു തിന്നു. പിറ്റേ ദിവസം രാവിലെ അബോധാവസ്ഥയിൽ ഗുരുതരമായ അത്യാസന്ന നിലയിൽ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന്റെ ചിത്രമാണ് നമ്മൾ അതിൽ കാണുന്നത്. പക്ഷെ ഞാൻ ഈ ആദ്യ ഭാഗം മാത്രം ഒന്നെടുക്കുന്നത് ഒരു കാര്യം പറയാനാണ്. നമ്മളെ പോലെ അഭിഷേകം നേടിയ ഒരു മനുഷ്യൻ അവന്റെ അഭിഷേക ജീവിതത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മുഖം നഷ്ടപ്പെട്ടു പോയി എന്നൊരു സത്യം നാം തിരിച്ചറിയും. അവന് നോക്കുവാൻ ഒരു മുഖമില്ലാതായി പോയി. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം ഇതാണ്, പ്രിയമുള്ളവരെ. ദൈവം നമ്മളെയൊക്കെ പല നിലകളിൽ, പല തലങ്ങളിൽ അഭിഷേകത്തിനുള്ള ആത്മാവിനെ നൽകിയാണ് ഈ ലോകത്തിലായിരിക്കുന്നത്. നമ്മുടെ അഭിഷേകം നഷ്ടപ്പെട്ടാൽ നമ്മുടെ മുഖം നഷ്ടപ്പെടും. ഒരു സമൂഹം എന്ന നിലയിൽ ക്രിസ്തീയതയുടെ അഭിഷേകം നഷ്ടപ്പെട്ടാൽ ക്രിസ്തീയതയുടെ മുഖം നഷ്ടപ്പെടും. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ
നമുക്കുള്ള അഭിഷേകം നഷ്ടപ്പെട്ടാൽ അത് ഏത് നിയോഗങ്ങളിലും നാം ഈ സമൂഹത്തിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കേണ്ടതായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തെ എൻ്റെ ചിന്ത ഈ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ പറ്റിയാണ്. ഞാൻ പറയും, ഇന്ന് നമ്മൾ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് കരയണമെങ്കിൽ നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും, നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയ നമ്മുടെ അഭിഷേകങ്ങളെ ഓർത്ത് കരയണം. നഷ്ടപ്പെട്ടു തുടങ്ങിയ അഭിഷേകങ്ങളെ ഓർത്ത് കരയുവാനുള്ള കാലമാണ് പെരുന്നാളിന്റെ കാലം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. പ്രത്യേകിച്ചും സ്തേഫാനോസിന്റെ പെരുന്നാൾ ആചരിക്കുന്ന ഈ ഇടവകയിൽ അതിന് പ്രത്യേകമായ സാങ്കത്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം അവസാനം സ്തേഫാനോസിന്റെ മുഖത്തെ പറ്റി പറയുന്നു. ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. മരണം മുന്നിലുണ്ട്. എന്നാൽ ആത്മാഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന മനുഷ്യന്റെ മുഖത്തെ പറ്റി 6-ാം അധ്യായം അവസാന വാക്യത്തിൽ പറയുന്നു, അവന്റെ മുഖം ദൈവദൂതന്റെ പോലെയിരുന്നു. മരണം മുന്നിൽ കാണുന്ന സമയത്തും അഭിഷേകമുള്ള മനുഷ്യന്റെ മുഖം ദൈവദൂതനെ പോലെ ശോഭിക്കുമ്പോൾ, അഭിഷേകം നഷ്ടപ്പെടുന്നവരുടെ മുഖം നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഈ പെരുന്നാൾ ആചരിക്കുന്ന ബോധവും നമുക്കുണ്ടാകണം. ഇതാണ് എനിക്ക് പറയുവാനുള്ള ചിന്തയെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവമേൽപ്പിച്ച അഭിഷേകം നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് മുഖം മാത്രമല്ല, അവരുടെ തല കൂടി നഷ്ടപ്പെടും. ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി മുഖം മാത്രമല്ല, തല തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഈ രാത്രി നമ്മൾ ചിന്തിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇത് അഭിഷേകങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ നഷ്ടപ്പെട്ടു പോകുന്ന അഭിഷേകങ്ങളെ ഓർത്ത് കരയേണ്ട കാലമാണ്. അഭിഷേകങ്ങളിൽ നിലനിൽക്കുവാൻ നാം വല്ലാതെ പോരാടേണ്ട ഒരു കാലമാണ്. ആ കാലത്തെ പറ്റിയുള്ള അവബോധമുണരുവാൻ വേദപുസ്തകത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ തലപോയ ജീവിതം ഈ രാത്രി നമ്മൾ ചിന്തിക്കുകയാണ്. ആ മനുഷ്യന്റെ ജീവിതം നമ്മളോട് പറഞ്ഞു തരും അഭിഷേകം നഷ്ടപ്പെട്ടു പോകുവാനുള്ള കാരണം എന്താണ്. അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട 3 ചിന്തകൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അനാവരണം ചെയ്ത് ഈ രാത്രിയിൽ എന്റെ ചിന്തകൾ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ശമൂവേൽ പ്രവചനം 2-ാം പുസ്തകം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇതൊരാധാരവാക്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ പരാമർശിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനായും ഈ രാത്രിയിൽ നമ്മൾ അനാവരണം ചെയ്യുന്നുണ്ട്. 19-ാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഇസ്രയേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീതികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്ത്യ കന്യകമാർ സന്തോഷിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങളില്ലാതെയും പോകട്ടെ. അടുത്ത 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അടുത്ത വാക്യം, ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. ഇസ്രയേലിന്റെ 1-ാമത്തെ രാജാവായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നുവല്ലോ പ്രിയമുള്ളവരെ, ഇസ്രയേലിന്റെ 1-ാമത്തെ രാജാവായ ശൗൽ. ശൗലിന്റെ മരണം ശൗൽ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച, ദൈവം ശൗലിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുത്ത ദാവീദിന്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ ശൗലിനേക്കാളും ദാവീദ് പ്രാണന് തുല്യം സ്നേഹിച്ച ശൗലിന്റെ മകനായ യോനാഥാൻ കൂടി ശൗലിനോടൊപ്പം കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിയുമ്പോൾ, ശൗലിനെ കുറിച്ചും യോനാഥാനെ കുറിച്ചും ദാവീദ് അതീവ ദുഃഖത്തോടെ വിലപിക്കുന്ന വിലാപഗീതത്തിന്റെ ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. അതിൽ ഈ അവസാനം പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. നമ്മൾ ഈ ശൗലിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ശൗലിന്റെ ജീവചരിത്രം നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന് കൊടുക്കുവാൻ പറ്റുന്ന പേരാണ് തൈലാഭിഷേകമില്ലാത്ത പരിച. തൈലാഭിഷേകമില്ലാത്ത പരിച ഒരു മനുഷ്യന്റെ ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. പരിച എന്തിനാ നമ്മൾ പിടിക്കുന്നത്? പരിച എന്തിനാ പ്രിയമുള്ളവരെ പിടിക്കുന്നത്? യുദ്ധത്തിൽ നമ്മുടെ ജീവനെ പ്രതിരോധിക്കാനാണ്, അല്ലേ? ഇവിടെ ഒരു മനുഷ്യന്റെ
സർവ ജീവിതത്തിന്റെ പ്രതിരോധ കോട്ടകളും തകർന്നടിഞ്ഞു പോയി. വീരന്മാർ പരിച മുന്നിൽ പിടിക്കുന്നതിന് പകരം പിറകോട്ടെറിഞ്ഞു കളയുന്നത് എപ്പോഴാണെന്നറിയാമോ? അവരുടെ ഒരു പ്രതിരോധങ്ങളും ഇനിയും വിജയിക്കുകയില്ല, അവർ തോറ്റുപോകുമെന്നറിയുമ്പോഴാണ് അവർ പിറകിലേക്ക് അത് എറിയുന്നത്. പരിചകൾ അക്ഷരാർത്ഥത്തിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്. ഓരോ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പും പണ്ടത്തെ പരിചകൾ തുകലുകൊണ്ടും ബ്രോൺസ് കൊണ്ടുമൊക്കെ ഉള്ളതാകുമ്പോൾ അത് കേടാകാതിരിക്കുവാനും ശത്രുവിന്റെ വെട്ടുകൊള്ളുമ്പോൾ തെന്നി മാറിപ്പോകുവാനും തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്. അതിനുമപ്പുറം ഓരോ യുദ്ധങ്ങൾക്ക് പുറപ്പെടുമ്പോഴും ചിലരെങ്കിലും ഈ യുദ്ധക്കോപ്പുകളെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ച് അക്ഷരാർത്ഥത്തിൽ അതിൽ തൈലം കൊണ്ടുള്ള അഭിഷേകം ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകാറുള്ളത്. എന്തു തന്നെയായാലും ശൗൽ ആ യുദ്ധത്തിൽ പട്ടുപോയി കഴിഞ്ഞപ്പോൾ ശൗലിന്റെ നിര്യാണത്തിൽ വിലപിക്കുന്ന ദാവീദ് എടുത്തു പറയുന്ന ഒരു പ്രതീകമാണ് ദാ അവിടെ കിടക്കുന്നു. വീരന്മാർ എല്ലാവരും പട്ടുപോയി, ശൗലും പട്ടുപോയി. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിചയ അവിടെ കിടക്കുകയാണ്. ഈ തൈലാഭിഷേകമില്ലാത്ത പരിചയ കൊണ്ടാണോ പ്രിയമുള്ളവരെ നാമും നമ്മുടെ ആത്മീക ജീവിതം നയിക്കുന്നത്? ഇത് ഗൗരവമുള്ള ഒരു ചിന്തയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് വളരെ ഗൗരവപൂർവം ഈ രാത്രിയിൽ എന്തുകൊണ്ടാണ് ശൗൽ ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യന്റെ ജീവിതം തൈലാഭിഷേകം നഷ്ടപ്പെട്ട ഒരു പരിച പോലെ എല്ലാവർക്കും ഒരു ദൃഷ്ടാന്തമായി അവിടെ കിടക്കുന്നതെന്ന് ഓർക്കണം. അതിനേക്കാളും അപ്പുറം ദാവീദിനെ പറ്റി ഒരു വാക്ക് ഇവിടെ എന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ദാവീദ് എടുത്തു പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതകാലത്ത് ശൗൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ശൗലിന്റെ ശത്രുവായിരുന്നു, ദാവീദിന്റെ ശത്രുവായിരുന്നു ആര്? ശൗൽ. ആ ശൗൽ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ ദാവീദ് വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? എന്റെ ശത്രുവായിരിക്കാം വീണുപോയത്, പക്ഷെ അവൻ വീണുപോയി, നമ്മുടെ ശത്രു വീണ് നശിച്ചുപോയി എന്നതിൽ നിങ്ങൾ ആരും ഉല്ലസിക്കരുത്. ശത്രു നശിച്ചുപോയി എന്നതിൽ ഉല്ലസിക്കുവാനോ സന്തോഷിക്കുവാനോ ഉള്ള സമയമല്ലിത്. ഇത് വിലപിക്കുവാനുള്ള കാലമാണ്. എന്തിനെ ഓർത്ത് വിലപിക്കണം? തൈലാഭിഷേകം നഷ്ടപ്പെട്ടു പോയ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ദുരന്തപൂർണമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് വിലപിക്കണം. ഇത് സന്തോഷിക്കുവാനുള്ള കാലമല്ല പ്രിയമുള്ളവരെ, പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള സമയമല്ല. തീർച്ചയായും ഇത് ഈ ആഘോഷങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാഭിഷേകങ്ങളെ ഓർത്ത് കരയുവാനുള്ള കാലമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം പുറമേ ചെയ്തു വെക്കും, പക്ഷേ നാളെ നമ്മുടെ ജീവിതവും തൈലാഭിഷേകമില്ലാത്ത പരിച പോലെ മുഖം നഷ്ടപ്പെട്ട് ഉടല് വേർപെട്ട് തല മറ്റൊന്നായി ഈ ലോകത്തിന്റെ മുമ്പാകെ അനാവരണം ചെയ്യപ്പെടും. 3 കാര്യങ്ങൾ എന്തുകൊണ്ട് ശൗലിന് ഇങ്ങനെ സംഭവിച്ചു. അവന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാനുള്ള 3 കാരണങ്ങൾ ശൗലിന്റെ ജീവിതത്തിൽ നിന്ന് പരാമർശിച്ച് ഈ രാത്രിയിലെ ചിന്തകളെ ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാരണം എന്താണ്? ശൗലിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഞാൻ പറയും, അവന്റെ ജീവിതം എ ലൈഫ് നെഗ്ലക്റ്റിംഗ് ദ ഹൗസസ് ഓഫ് ഡിവൈൻ ഗ്രേസ്. ദൈവകൃപയുടെ കൂടാരങ്ങളോട് മുഖം തിരിച്ചു നിന്നൊരു ജീവിതമായിരുന്നു ആരുടേത്? ശൗലിന്റെ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ദൈവകൃപ ഒഴുകി വരേണ്ട എല്ലാ ഉറവിടങ്ങളെയും ഗണ്യമാക്കാത്തൊരു ജീവിതമായിരുന്നു ആരുടേത്? ശൗലിൻ്റേത്. 2 റെഫറൻസുകൾ ഞാൻ വായിക്കാം, അതിനുശേഷം അത് വിശദമാക്കാം. ഒന്നാമത്തേത് 1 ദിനവൃത്താന്തം 13-ാം അധ്യായം 3-ാം വാക്യം. 1 ദിനവൃത്താന്തം 13:3. അവിടെ നമ്മൾ വായിക്കുന്നു, ദാവീദ് രാജാവായി കഴിഞ്ഞ്, ശൗലിന് ശേഷം ദാവീദ് രാജാവായി കഴിഞ്ഞ് ദാവീദിന്റെ അടുക്കൽ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും എല്ലാം വന്നു കഴിയുമ്പോൾ ദാവീദ് അവരോട് പറയുന്നൊരു വാക്യമാണ്. ദാവീദ് പറയുകയാണ് 13:3, നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ദാവീദ് പറയുകയാണ്, ദാവീദ് രാജാവായി കഴിഞ്ഞ് ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാണ്,
ദൈവത്തിന്റെ പെട്ടകം. നമുക്കറിയാം ദൈവത്തിന്റെ പെട്ടകം അതിനകത്തിൽ എന്തൊക്കെയുണ്ട്. ഇസ്രയേൽ ജനതയുടെ മരുഭൂപ്രയാണ കാലങ്ങളിൽ മുതൽ അവരുടെ ആത്മീയതയുടെ സ്രോതസ് മുഴുവനും എന്തായിരുന്നു? അവരുടെ മധ്യയെ യാത്ര ചെയ്ത ദൈവത്തിന്റെ നിയമപ്പെട്ടകമായിരുന്നു. ഉള്ളിലുള്ളത് എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളാണ്. മന്നായിട്ട് വെച്ച പൊൻപാത്രമാണ്. അഹറോന്റെ തളർത്ത വടിയാണ്. പ്രിയമുള്ളവരെ, അപ്പൊ കൽപ്പനകൾ ജീവിത യാത്രയുടെ കേന്ദ്രമായി നയിച്ചു വന്നൊരു സമൂഹത്തിന്റെ ആത്മീയ സ്രോതസ്സിന്റെ പ്രതീകമായിരുന്നു എന്ത്? പെട്ടകം. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദ് തന്റെ യുദ്ധങ്ങളുടെ ചുമതല വഹിക്കുന്ന എല്ലാവരോടും വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് ദൈവത്തിന്റെ നിയമപ്പെട്ടകം നമ്മുടെ രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ശൗലിന്റെ കാലത്ത് ദാവീദ് അടുത്തു നിന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. അത് ഒന്നാമത്തെ റെഫറൻസ്. പിന്നീട് ഞാൻ വിശദമാക്കാം. രണ്ടാമത്തേത് 1 ശമൂവേൽ 14:35. 1 ശമൂവേൽ 14:35. അവിടെ നമ്മൾ വായിക്കുന്നു, ശൗൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അടുത്ത വാക്യം, അത് അവൻ യഹോവയ്ക്ക് പണിത ആദ്യത്തെ യാഗപീഠമായിരുന്നു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അതൊരു നല്ല കാര്യമാണെന്നാണോ തോന്നിയേ? ആണോ? ഒരു നല്ല കാര്യമല്ലേ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു എന്ന് പറയുന്നത്? പക്ഷെ വേദപണ്ഡിതന്മാർ ഇതിനകത്ത് ശൗലിന്റെ വീഴ്ച, ശൗലിന്റെ ദുരന്തപൂർണമായ ജീവിതം കണ്ടിട്ട് ശൗലിന്റെ ജീവിതത്തെ അപഗ്രഥിക്കുന്നവർ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. ശൗൽ രാജാവാകുന്നത് 30-ാമത്തെ വയസ്സിലാണ്. നമ്മളിപ്പോൾ വായിച്ച വാക്യം ശൗൽ രാജാവായി കഴിഞ്ഞ് നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ പരിസമാപ്തിയിലാണ്. യുദ്ധം കഴിയുമ്പോഴാണ് ശൗല് പറയുന്നത്, ഈ പറഞ്ഞ കാര്യം ചെയ്തു. എന്തോ ചെയ്തു? ശൗലൊരു യാഗപീഠം പണിതു. അതവൻ യഹോവയ്ക്ക് പണിത ആദ്യത്തെ യാഗപീഠമായിരുന്നു. അപ്പോൾ ഈ യുദ്ധം ഏതാണ്ട് ഒരു വർഷം പെട്ടെന്ന് ഇതിൽ എഴുതി പോകുന്നുണ്ടെങ്കിലും വേദപണ്ഡിതന്മാരെ പറയുന്നത് ഒരു ആദ്യത്തെ 2-ാമത്തെ വർഷത്തിന്റെ, രാജാവായി കഴിഞ്ഞ 2-ാം വർഷത്തിന്റെ അവസാനമൊക്കെയാണ് ഈ കാര്യം നടക്കുന്നത്. അപ്പോൾ 30-ാം വയസ്സ് രാജാവായെങ്കിൽ ശൗൽ ആദ്യമായ ഒരു യാഗപീഠം പണിയുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 32-ാമത്തെ വയസ്സിലാണ്. ഇവിടെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവ പദ്ധതിക്കായി ദൈവം വിളിച്ചിട്ട് നിയോഗിച്ച സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഇതൊരു അസ്വാഭാവികമായ സംഭവമാണ്. കാരണം നമുക്കറിയാം, ദൈവം വിളി തുടങ്ങുന്ന അബ്രഹാമിലും ഇസ്ഹാക്കിലും യാക്കൂബിലും മുതലാണെങ്കിൽ അവരുടെ ഒക്കെ ജീവിതം ഒന്ന് പരിശോധിക്കണം. നമ്മൾ എല്ലാം പരിശോധിക്കാൻ സമയമില്ല. ഞാൻ അബ്രഹാമിന്റെ മാത്രം ജീവിതം ഒന്ന് പറയാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്കറിയാം, അബ്രഹാമിന്റെ പിതാവ് ഒരു സത്യദൈവത്തെ അറിയാം. നമുക്കറിയാം, അബ്രഹാം മുതലാണല്ലോ വിളി തുടങ്ങുന്നത്. അദ്ദേഹം ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അതിനുശേഷം അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ്. അവിടെ ആ അധ്യായം നമുക്കൊന്ന് വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഞാൻ ആദ്യം വായിക്കും. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തൊട്ടടുത്ത വാക്യം, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് എന്താ അടുത്ത് എഴുതിയേക്കുന്നേ? അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പൊ സത്യദൈവത്തെ കണ്ട ഉടനെ അബ്രഹാം ആദ്യം ചെയ്തു, വാട്ട് വാസ് ഹിസ് പ്രയോറിറ്റി ഇൻ ലൈഫ്? കണ്ട ഉടനെ ആ സ്ഥലത്ത് അബ്രഹാം എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ഇനിയും അവന്റെ ജീവിതയാത്ര ആരംഭിക്കുകയാണ്. വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. തൊട്ടടുത്ത വാക്യം, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ബഥേലിന്റെ കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. തൊട്ടടുത്ത വാക്യം എന്താണ്? അവൻ അവിടെ യഹോവയ്ക്കൊരു, നമുക്ക് 2 വാക്യങ്ങൾ, ജീവിതത്തിന്റെ 2 ഫേസുകൾ. രണ്ടിലും ആ മനുഷ്യൻ, അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ ദൈവം നിയോഗം ഏൽപ്പിച്ച ആ മനുഷ്യൻ 2 തവണ എന്ത് ചെയ്തു കഴിഞ്ഞു? യാഗപീഠം പണിത് കഴിഞ്ഞു. അങ്ങനെ ദൈവ നിയോഗം വെച്ച് ഇസഹാക്ക് യാഗപീഠം നമുക്കറിയാം. ഓരോ ഇസഹാക്ക് അബ്രഹാമുമായി നടന്നു പോകുമ്പോൾ ബാലനായിരുന്ന ഇസഹാക്ക് അപ്പനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് അപ്പാ? വിറകുമുണ്ട്, തീയുമുണ്ട്, എന്തില്ല? അപ്പോ ഇസഹാക്കിന്റെ യാഗപീഠ ബന്ധിതമായ ജീവിതം അതിനും താഴെ ബാല്യം മുതലേ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ
ശൗൽ രാജാവാകുന്ന സമയത്ത് പോലും അങ്ങനെ ചെയ്യുന്നില്ല. ശൗലിന്റെ ജീവിതത്തിൽ യാഗപീഠത്തെ പറ്റി ഒന്ന് ഓർക്കാൻ ശൗലിന്റെ ജീവിതത്തിൽ ഒരു യുദ്ധം വേണ്ടി വന്നു. അപ്പോൾ യാഗപീഠത്തോട് അകന്നു നിന്നൊരു ജീവിതമെന്ന് ഞാൻ പറയുന്നില്ല. പെട്ടകത്തെ പറ്റി ചിന്തയില്ലായിരുന്നു എന്നും പറയരുത്. ഈ യുദ്ധം നടക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ വെച്ച് ശൗൽ ഒന്ന് പറയുന്നുണ്ട്, നമ്മുടെ യഹോവയുടെ പെട്ടകം നമ്മുടെ നാട്ടിലേക്കൊന്ന് കൊണ്ടുവരണം എന്ന് ശൗൽ പറയുന്നുണ്ട്. പക്ഷെ ശൗലിന്റെ ജീവിതാവസാനം വരെ ശൗൽ അതിനുവേണ്ടി ഒന്നും ചെയ്തു. ഞാൻ പറഞ്ഞത്, ദൈവത്താൽ നിയോഗം ലഭിച്ച അഭിഷേകം ചെയ്തൊരു മനുഷ്യൻ അവന്റെ അഭിഷേകം ലഭിച്ച സമയം മുതൽ ആ അഭിഷേകത്തെ ജ്വലിപ്പിക്കുവാൻ വേണ്ടി അവൻ ചെയ്യേണ്ടിയിരുന്ന എന്താണെന്നറിയാമോ? എല്ലാ അഭിഷേകങ്ങളും ജ്വലിക്കണമെങ്കിൽ, കെട്ടുപോകാതിരിക്കണമെങ്കിൽ ആ അഭിഷേകത്തിന്റെ ഉറവയോട് ചേർന്നിരിക്കണം. അഭിഷേകങ്ങളുടെ കൂടാരങ്ങളോട് ചേർന്നുള്ളൊരു ജീവിതം നയിക്കണം. എന്നാൽ കൃപയുടെ കൂടാരങ്ങൾ, യാഗപീഠവും കൽപ്പനബന്ധിതമായ ജീവിതവും രണ്ടിനോടും ശൗൽ വേണ്ട ഗൗരവം പുലർത്തിയില്ല. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ ഗണ്യമാക്കിയില്ല. തിരിഞ്ഞു നോക്കിയില്ലെന്നല്ല, ഗണ്യമാക്കിയില്ല. പ്രാധാന്യമുള്ളതായി ഗണിച്ചില്ല. അതിന് പ്രയോറിറ്റി കൊടുത്തില്ല. അതുകൊണ്ട് എന്തു പറ്റി? ക്രമേണ ശൗലിന്റെ അഭിഷേകങ്ങൾ കെട്ടുപോകാൻ തുടങ്ങി. നമ്മളും മാമോദീസായിൽ അഭിഷേകം പ്രാപിച്ചവരാണ്. എന്നാൽ നമ്മുടെ അഭിഷേകം കെട്ടുപോകുന്ന നിലയിലാണോ എന്നുള്ളത്, അതോ അതിനെ ജ്വലിപ്പിക്കേണ്ട ഈ പറഞ്ഞ കൃപയുടെ കൂടാരങ്ങളോട് നാം ചേർന്നിരിക്കുന്നുണ്ട്? നോക്കൂ, ഈ ദേവാലയം ഇത് കൃപയുടെ കൂടാരമാണ്. ഈ വചനത്തിന്റെ സന്ധ്യ ഇത് കൃപയുടെ കൂടാരമാണ്. ഇവിടെ പറയുന്നത് ദൈവകൽപ്പനകളെ പറ്റിയാണ്. ആരാധനയിൽ നമുക്കറിയാം, യാഗപീഠത്തോട് ചേർന്നിരിക്കുമ്പോൾ മന്നായാണ്, ജീവന്റെ അപ്പം വിഭാഗിച്ചു തരികയാണ്. നമുക്ക് മാമോദീസായിലൂടെ ലഭിച്ച എല്ലാ അഭിഷേകങ്ങളും പുതുക്കപ്പെടുന്നതും ജ്വലിക്കപ്പെടുന്നതും നാം ഈ കൃപയുടെ കൂടാരങ്ങളോട് ചേർന്നിരിക്കുമ്പോഴാണ്. കൃപയുടെ കൂടാരങ്ങളോട് അകലം പ്രാപിച്ചാൽ നാളെ അഭിഷേകം നഷ്ടപ്പെട്ട പരിഞ്ഞ പോലെ മുഖം നഷ്ടപ്പെട്ട നമ്മുടെ ആത്മീയ ജീവിതം ഇവിടെ നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് ദുരന്തമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ശൗലിന്റെ ജീവിതം അടുത്ത് കണ്ടതുകൊണ്ടാകണം ദാവീദിന് ഈ ബോധ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് രാജാവായി കഴിഞ്ഞെഴുതുന്ന സങ്കീർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 27-ാം സങ്കീർത്തനം. അതിൽ പറയുന്നത് എന്താണ്? ഞാൻ യഹോവയോട് ഒരു കാര്യം മാത്രം അപേക്ഷിച്ചു. എന്താണ്? അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അറിയാം, ദാവീദിന് ഒരാൾ അഭിഷേകത്തോട് ചേർന്ന് നിൽക്കാതെ വന്നപ്പോൾ എങ്ങനെയാണ് ആത്മാവ് നഷ്ടമായി പോയതെന്ന ദുരന്തം നേരിൽ കണ്ടവനായ ദാവീദ് പറയുകയാണ്, മറ്റൊന്നുമില്ലേലും കുഴപ്പമില്ല, ഒറ്റ കാര്യമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, കൃപയുടെ കൂടാരങ്ങൾക്ക് ഞാൻ അന്യനായി തീരരുത്. എത്ര പേർക്ക് ഈ ഭാരമുണ്ട് പ്രിയമുള്ളവരെ? എത്ര പേർ ഈ കൃപയുടെ കൂടാരങ്ങളോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതശൈലിയുണ്ട്? കൽപ്പനകളെ ബഹുമാനിക്കുന്ന ഒരു ജീവിതശൈലി എത്ര പേർക്കുണ്ട്? ഇന്ന് ഈ വഴികളും ഈ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളും എല്ലാം അന്യമാക്കി നാം നമ്മുടെ ജീവിതങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയല്ലേ? ഈ അടുത്ത സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ആവേശം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടിനെ പറ്റി ഒരു വീഡിയോ ഒരു പ്രഭാഷകൻ പറയുന്നത് ഞാൻ കേട്ടു. ആ പാട്ടിലെ വരികൾ കുഞ്ഞുങ്ങളൊക്കെ ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു, അത് ഈ തലമുറയുടെ ഒരു തത്വശാസ്ത്രമാണ്, അറിയാതെ അവർ ഏറ്റുപാടുന്നത്. അതിലെ വരികൾ അദ്ദേഹം അങ്ങോട്ട് പറയുന്നുണ്ട്. അതിന്റെ വരികൾ ഇതാണ്: മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഗുണപാഠങ്ങളൊക്കെ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം. ആ പാട്ട് വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടുന്നത്. പറയുന്നത് എന്താണ്? ഉപദേശിച്ചതൊക്കെ മതിയെന്നാണ്, വഴിതെറ്റി ജീവിക്കാനും അവകാശമുണ്ടെന്നാണ്. ഇവരെ ആര് തിരിച്ചു കൊണ്ടുവരും? കൃപയുടെ കൂടാരങ്ങളെ കൽപ്പനബന്ധിതമായൊരു ജീവിതത്തിലേക്ക്, അഭിഷേകത്തിൽ ജീവിക്കേണ്ട പ്രാധാന്യത്തിലേക്ക് ഇവരെ ആര് തിരിച്ചു കൊണ്ടുവരും? 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ വെറുതെ രാത്രി വന്ന് മൊബൈൽ ഇങ്ങനെ ഓൺ ചെയ്തപ്പോൾ ഒരു ഷോർട്സ് ആണ്. അതില്
ഒരു 37 വയസ്സുണ്ടെന്ന് തോന്നുന്നു. കാനഡയിൽ നിന്ന് വന്നതാണ് ഭാര്യയും ഭർത്താവും. അതിലെ 37-38 വയസ്സുള്ള ആന്റി പറയുകയാണ്, ഓ ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇച്ചായനുമായിട്ട് എത്തിയിട്ടുള്ളത് ഇന്ന സ്ഥലത്തെ ഷാപ്പിലാണ്. ഈ തവണ വരുമ്പോഴേ അച്ചായൻ പറഞ്ഞായിരുന്നു, നിനക്ക് അവിടെ വന്ന് ഈ തവണ മധുരക്കള്ള് മേടിച്ചു തരാം. നോക്കൂ ഗൈസ്, ഇവിടെ എല്ലാം ഉണ്ട്. ഞാനും ഇച്ചായനും കൂടി മധുരക്കള്ള് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് വെള്ളം ഒഴിക്കണ പോയി അടിച്ചാ പോരെ? ആ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇത് കാണുന്ന തലമുറ എന്താണ് വിചാരിക്കുന്നത്? ആരാരെ ഉപദേശിക്കും? നാളെ ഈ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെ മുന്നിൽ വന്നു നിന്ന് കുടിച്ച് കൂത്താടി ലക്കില്ല നിൽക്കുമ്പോൾ ആരാരെ ഉപദേശിക്കും? വിശുദ്ധിയുടെ കൂടാരങ്ങളോട് ചേർന്നിരിക്കുമ്പോഴാണ് അഭിഷേകം ജ്വലിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, ഈ അഭിഷേകം എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ആയിട്ട് ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒന്നല്ല. അത് ചാരം മൂടിക്കെട്ട്. അതുകൊണ്ടാണല്ലോ ആത്മാവിന് കെട്ടുപോകും, ആത്മാവിനെ എടുക്കരുതെന്നൊക്കെ ദാവീദ് ശൗലിന്റെ കാര്യത്തിൽ കണ്ടതാണ്. കൃത്യമായി പറയുന്നുണ്ടല്ലോ, ശൗലിനെ ദൈവാത്മാവ് വിട്ടുപോയി, ശൗലിനെ ഒരു ദുരാത്മാവ് ബാധിച്ചു. ദാവീദ് കണ്ടതാണ്. അതുകൊണ്ട് അഭിഷേകം ജ്വലിക്കേണ്ട ഇടങ്ങളോട് ചേർന്നിരുന്നില്ലെങ്കിൽ അഭിഷേകം കെട്ടുപോകും. കെട്ടുപോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യമുണ്ടാകണം. ഒരു പെരുന്നാൾ കഴിയുമ്പോൾ അഭിഷേകങ്ങൾ ജ്വലിപ്പിക്കുന്ന കെട്ടുപോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കള്ളിന്റെ ലഹരിയാണ് ആത്മീയതയുടെ ലഹരിക്ക് മുകളിൽ നിൽക്കുന്നതെങ്കിൽ നാം ഏത് അഭിഷേകത്തെയാണ് ജ്വലിപ്പിക്കുന്നത്? വളരെ ഗൗരവപൂർവം ഈ സന്ധ്യ നമ്മളോട് ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളത്. പെട്ടകം അതൊരു വിശുദ്ധ ജീവിതത്തിന്റെയോ ദൈവസ്ഥാനത്തിന്റെ മാത്രം പ്രതീകമായിരുന്നില്ല. ഈ പറയുന്ന ഒരു ജീവിത ശൈലി, കൂടാരങ്ങളോട് ചേർന്ന് നയിക്കുന്ന ഒരു ജീവിത ശൈലി വിശ്വാസിക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. പെട്ടകം അങ്ങനെ ആയിരുന്നു. നമുക്കറിയാം, പെട്ടകം ഇസ്രായേൽ മക്കളുടെ മധ്യേ ഉണ്ടായിരുന്നു, അവരുടെ ആത്മീയതയുടെ സ്രോതസ്സായിരുന്നു. പക്ഷെ അതിനേക്കാളുമൊക്കെ അപ്പുറം നമുക്കറിയാം, യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന, എല്ലാ പ്രദേശങ്ങളിലും നിറഞ്ഞ ഒഴുക്ക് വർദ്ധിക്കുന്ന ഒരു സമയത്താണ് ഇസ്രായേൽ മക്കൾ യോർദാന്റെ കരയിലെത്തുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന ശ്രേഷ്ഠമായ ആ വാക്യമുണ്ടല്ലോ, പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാനിൽ പതിഞ്ഞ ഉടനെ വലിയ ഒഴുക്കോടെ അവർക്ക് മുമ്പിൽ തടസ്സമായിരുന്ന യോർദാൻ രണ്ടായി വഴിമാറി. ശത്രുക്കൾ എല്ലാവരും അവരുടെ മധ്യത്തിൽ നിന്ന് അവർക്ക് സുരക്ഷിതമായി വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞത് അവരുടെ മധ്യേ യഹോവയുടെ പെട്ടകം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ പെട്ടകം ഒരു 7 ദിവസത്തെ വഴി ദൂരമായി തൊട്ടടുത്ത അബീനാദാബിന്റെ വീട്ടിൽ ശൗൽ രാജാവായിരുന്ന 40 വർഷം എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു. 40 വർഷം ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ അതിനെ ഗണ്യമാക്കിയില്ല. 40 വർഷം തൊട്ടടുത്തുണ്ടായിരുന്നു കൃപയുടെ കൂടാരം. വലിയ ദുരന്തത്തിലൂടെ ശൗൽ കടന്നുപോയി. ഒരിക്കൽ പോലും പെട്ടകത്തിന്റെ ഗൗരവപൂർവമായ ചിന്ത ശൗലിന്റെ മനസ്സിലേക്ക് വന്നില്ല. ദാവീദിനെ അത് ഭാരപ്പെടുത്തിയത് കൊണ്ടാണ് ദാവീദ് പെട്ടകവുമായി സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും ഇന്ന് ചില തുറക്കാത്ത വാതിലുകളില്ലേ പ്രിയമുള്ളവരെ? വഴിമുട്ടി നിൽക്കുന്ന അനുഭവങ്ങളില്ലേ? ആരാണ് നമ്മുടെ സംരക്ഷകൻ? പാട്ടി നമ്മൾ പാടുന്നുണ്ട്, സംരക്ഷകനാം നാഥാദേവാ രാവും പകലും തിരുമുമ്പിൽ കേണേ. നമ്മുടെ മാതാപിതാക്കൾ അത് ചെയ്തിരുന്നു. ഓരോ ദിവസവും ഓരോ ഭവനങ്ങൾക്കും ഓരോ മക്കൾക്കുമുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ രാവിലെയും വൈകിട്ടും അഭിഷേകത്തിന്റെ ചൂട് നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങൾ, വേദവായന, പ്രാർത്ഥന കൊണ്ട് ഓരോ ഭവനങ്ങൾക്കും പെട്ടകം പണിഞ്ഞ മാതാപിതാക്കളാണ് നമുക്കുണ്ടായിരുന്നത്. അതിന്റെ ചൂടിലാണ് ഇന്നും വീണുപോകാതെ നാം ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആര് പെട്ടകം പണിയും? വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണ്ടേ? വലിയ സങ്കടങ്ങളുടെ മധ്യത്തിൽ ആര് നമുക്കൊരു തുറവി തരും? നമ്മൾ തകർന്നു പോകാതെ എങ്ങനെ പിടിച്ചു നിൽക്കും? യോർദാന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, യാഗപീഠബന്ധിതമായ ജീവിതമില്ലാതെ, കൽപ്പന ബന്ധിതമായ ഒരു ജീവിതമില്ലാതെ നമ്മുടെ തലമുറ എങ്ങനെ പിടിച്ചു നിൽക്കും?
ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മൾ തകർന്നു പോകുന്നുവെങ്കിൽ ഇതിന്റെ ഒന്നും സൗന്ദര്യവും ഇതിന്റെ ഒന്നും ആ ഒരു യഥാർത്ഥമായ ആഴത്തിലുള്ള ബോധ്യങ്ങളും ഇല്ലാത്തൊരു തലമുറ എങ്ങനെ പിടിച്ചു നീക്കും? വലിയ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു തുറവിയുണ്ടാകണ്ട് ദൈവമുണ്ടെന്ന്. ഞാൻ സാധാരണ പാടിക്കൊണ്ട് നടന്നൊരു പാട്ടിന്റെ യഥാർത്ഥ ഉത്ഭവം ഈ അടുത്ത സമയത്താണ് മറ്റൊരു പ്രസംഗകൻ പറഞ്ഞ് ഞാൻ കേൾക്കുവാനിടയായത്. അത് ഈ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ പ്രൊഫസറായിരുന്ന കോശി തലക്കൽ സാർ എഴുതിയ ഒരു പാട്ടാണ്. അത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട്, കോശി തലക്കൽ സാറ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രാരംഭ ദിശയിൽ അധ്യാപകനായി ജോലി കിട്ടി തുടങ്ങിയതേ ഉള്ളൂ. ഭാര്യയുണ്ട്. ഒരു ദിവസം ഭാര്യയുമായി ജോലിക്ക് പോകാനിറങ്ങിയ സമയത്ത് ഭാര്യയ്ക്ക് വലിയ തലവേദന തുടങ്ങി. പെട്ടെന്ന് രോഗം വഷളായി. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. മരുന്നുകളോടൊന്നും പ്രതികരിക്കാതായ ICUവിൽ കയറ്റി. മരുന്നുകളോടൊന്നും പ്രതികരിക്കാതായപ്പോൾ വലിയ അത്യാസന്നമായ പ്രശ്നമാണ്. ദൈവം ഇടപെട്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. വേറെ ആരും സഹായിക്കാനില്ല. സാറ് ICUവിൽ അവിടെ നിന്നിട്ട് കാര്യവുമില്ല. അങ്ങനെ ഈ ദൈവം ഇടപെട്ടെങ്കിൽ മാത്രമേ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് മരുന്നുകളോട് പ്രതികരിക്കാതെ ICUവിൽ കിടക്കുന്ന ഭാര്യയെ കണ്ടിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, രാത്രിയിൽ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ സ്കൂട്ടറും എടുത്ത് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ചെറിയ ഭവനമാണ്. എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പായിൽ ഇരുന്ന് ഞാൻ മുട്ടുകുത്തി ദൈവത്തോട് രാത്രി മുഴുവനും എൻ്റെ പങ്കാളിയുടെ ജീവന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ആയുസ്സിന്റെ മധ്യത്തിൽ അവളെ എടുത്തു കളയരുതേ എന്ന് ഞാൻ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. നീ നന്മ മാത്രം, നീ വിശ്വസിക്കുന്നവർക്ക് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യുന്ന ദൈവമല്ലല്ലോ എന്ന് ഞാൻ ഉള്ള ഉറപ്പും ബോധ്യത്തോടും കൂടി ഞാൻ പ്രാർത്ഥിച്ചു. എന്നാലും ദൈവഹിതത്തിന് സമർപ്പിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. രാത്രി മുഴുവനും മുട്ടിന്മേൽ നിന്നിട്ട് വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഒരു അത്ഭുതം നടന്നു. ഒരു മരുന്നിനോട് പ്രതികരിക്കാതിരിക്കുന്ന നിങ്ങളുടെ ഭാര്യ 2 മണി 3 മണി സമയമാകുമ്പോൾ മുതൽ കോൺഷ്യസ് ആകുവാനും മരുന്നിനോട് പ്രതികരിക്കുവാനും തുടങ്ങി. അവർ അപകടനില തരണം ചെയ്തു എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഞാൻ വിങ്ങുന്ന ഹൃദയത്തോടെ കണ്ണുനീരോടെ നന്നിറഞ്ഞ ഹൃദയത്തോടെ അവിടെ നിന്ന് ICUവിന്റെ വാതിൽക്കൽ നിന്ന് വെളിയിലിറങ്ങി. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുവാൻ തക്കവിടം തുടങ്ങി. ദൈവം അന്നേരം എൻ്റെ മനസ്സിൽ തന്ന വരികളാണ് ഞാൻ ആ പാട്ടിൽ കുറിച്ചിട്ടതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപക്ഷെ ആ പാട്ട് ഞാൻ പാടുമ്പോൾ 1-2 വരി പാടാം. അത് കഴിഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ആ പാട്ടിന്റെ വരികളുടെ അർത്ഥതലം അങ്ങനെയാണ് ഉണ്ടായത്. ആ പാട്ടിതാണ്: നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം പൊറുക്കുന്നവൻ തിരുജീവനെന്നിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. ഈ ദൈവത്തെ നമ്മുടെ ശരണവും നമ്മുടെ പെട്ടകവും നമ്മുടെ യാഗപീഠ ബന്ധിതവുമായ ജീവിതവും കൊണ്ട് മാത്രമേ അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എല്ലാവരും ഉണ്ടെന്ന് പറയും. എന്നാൽ സക്രിയാച്ചനോട് ചോദിച്ചാൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടെന്നായിരിക്കും അച്ഛൻ പറയുന്നത്. ദൈവത്തെ കണ്ടു എന്ന് പറയും. അതിന് കാരണം ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വികാരിയായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, വെറുതെ കട്ടിലേന്ന് വീണാൽ മരിക്കുന്ന കാലമാണ്. അത് ട്രെയിൻ ഇടിച്ച് അച്ഛൻ്റെ കാറ് 2 ഭാഗത്തായിട്ട് 2ആയിട്ട് മുറിഞ്ഞു മാറിയിട്ടും അതിനിടയിൽ എല്ലാവരും മരിച്ചു എന്ന് കരുതി ഓടിച്ചെല്ലുന്ന സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിയോടെ ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് വീണ്ടും ഇത്രയും നാൾ ശുശ്രൂഷ ചെയ്ത് ഇന്നീ പള്ളിയുടെ വികാരിയായി കോർപ്പിസ്കോപ്പായി ഇവിടെ ഇരിക്കണമെങ്കിൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് വരണം. അത് പറയാൻ തക്കവണ്ണം കഴിയുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, ദൈവം തരും. പക്ഷെ എത്ര പേർ അതിൽ കൃപയുടെ കൂടാരങ്ങളോട് ചേർന്നിരുന്ന അനുഭവത്തിൽ പറയും? അഭിഷേകങ്ങൾ കെട്ടുപോകാതെ ആര് പറയും? ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ശൗൽ, ഒന്നാമത് അവന്റെ ജീവിതത്തിന്റെ പ്രതിരോധ കോട്ടകൾ മുഴുവൻ തകർന്ന് അടിഞ്ഞു പോയി.
കിടക്കുവാനുള്ള കാരണം, ഒന്നാമത് കൃപയുടെ കൂടാരങ്ങളെ ഗണ്യമാക്കാത്ത ജീവിതമായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും 40 വർഷക്കാലം ദൈവത്തിൻ്റെ പെട്ടകത്തെ അവൻ ഗണ്യമാക്കിയില്ല. ജീവിതത്തിൽ യുദ്ധം വേണ്ടി വന്നു അവൻ്റെ യാഗപീഠത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ലഭിച്ച അഭിഷേകങ്ങൾ ജ്വലിക്കാതെ കെട്ടുപോയി. നമ്മുടെ ജീവിതത്തിൽ ഈ ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. രണ്ടാമത്, ശൗലിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ ഒരു പരാജയ കാരണം, അഭിഷേകം നഷ്ടപ്പെട്ടു പോകുവാനുള്ള കാരണം, ഹി വാസ് എ മാൻ ഓഫ് സോൾലെസ് റിലേഷൻഷിപ്സ്. ആത്മാവില്ലാത്ത ബന്ധങ്ങളുള്ളൊരു മനുഷ്യനായിരുന്നു. ആത്മാവാണ് എല്ലാത്തിനും ജീവൻ നൽകുന്നത്. എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതം നിങ്ങൾ പരിശോധിക്കണം. ഒരാളോടുമുള്ള ബന്ധത്തിൽ ഒരാത്മാർത്ഥതയും ഇല്ലായിരുന്നു, ഒരാത്മാവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾക്കൊരു ജീവനുമില്ല. ഞാനിത് വെറുതെ പറഞ്ഞ് പോകുവാൻ പാടില്ലല്ലോ. ആ മനുഷ്യൻ, ഒരുപക്ഷെ എല്ലാ മനുഷ്യരും ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നത് അവരുടെ ഭാര്യയുമായിട്ടായിരിക്കുമല്ലോ. ശൗലിന്റെ ഭാര്യ ആരായിരുന്നു? മീഖള ദാവീദിന്റെ ആയിക്കോട്ടെ. ശൗലിന്റെ ഭാര്യ ആരായിരുന്നു? ആരാന്ന് പറഞ്ഞാൽ റോയി അച്ഛൻ 100 രൂപ തരും. അച്ഛൻ പാവം പിടിച്ചത്, അച്ഛൻ്റെ പൈസ ഇല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അച്ഛൻ്റെ പൈസ പോത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പക്ഷേ ശൗലിന്റെ ഭാര്യയുടെ പേര് പറയാത്തതിന് നിങ്ങളെ കുറ്റം പറയില്ല. എന്താണെന്നറിയാമോ? അതാണ് എനിക്ക് പറയാനുള്ള പോയിന്റ്. 1 ശമൂവേൽ 14-ാം അധ്യായം 50-ാം വാക്യത്തിൽ ആകെ ശൗലിന്റെ ഭാര്യയെ പറ്റി പരാമർശിക്കുന്ന ഒറ്റ ഭാഗം. അവിടെ പറയുന്നു ശൗലിന്റെ ഭാര്യയുടെ പേര് അഹീനോവം എന്നായിരുന്നു. അത്രേ ഉള്ളൂ. ഒരുപക്ഷെ ദൈവം തെരഞ്ഞെടുത്ത വിശ്വാസ പിതാക്കന്മാരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെ പങ്കാളികളുടെ കാര്യത്തെപ്പറ്റി പറയാൻ കുറേയേറെ വാക്യങ്ങളുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഈ പിന്നീട് വേദപുസ്തകത്തിലൊന്ന് രേഖപ്പെടുത്തി വെക്കുവാനും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ എഴുത്തുകാർക്ക് എഴുതാനുണ്ടായി. എന്നാൽ ഇവരുടെ ജീവിതത്തെ പറ്റി ആകെ പറയാനുള്ളത് ഇവൾ അവന്റെ ഭാര്യയായിരുന്നു എന്ന് പറയാനാണ്. അത് തന്നെ എഴുതിയതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. കാര്യം അവളാണ് യോനാഥാന്റെ അമ്മ. അതുകൊണ്ടാണ്. യോനാഥാൻ ഉൾപ്പെടെ 5 ആൺമക്കളും 2 പെൺമക്കളും അഹീനോവത്തിലുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത്. ഞാനത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ ഒന്നും എടുത്തു പറയാനില്ലാത്ത ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ആരുടേത്? അടുത്ത തലമുറയ്ക്കൊന്ന് പകർന്നു കൊടുക്കാൻ. എന്റെ അപ്പൻ ഇന്നതായിരുന്നു, എന്റെ അമ്മ ഇന്നതായിരുന്നു, അവരുടെ ജീവിതം ഇന്നതായിരുന്നു എന്നൊന്ന് എടുത്തു പറയാൻ എന്തെങ്കിലും അവശേഷിപ്പിക്കണ്ടേ? അങ്ങനെ ഒരു സാധ്യതയും ശൗലിന്റെ ജീവിതത്തിൽ ഇല്ല കേട്ടോ. അത് നമ്മുടെ ശൗലിന്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാവും. കാര്യം he was such an egoistic person. അത്രമാത്രം ഈഗോയുള്ള മനുഷ്യൻ. അയാളുടെ കൂടെയുള്ള ആ സ്ത്രീയുടെ ജീവിതം നരകതുല്യമായിരുന്നിരിക്കണം. കാര്യം ബാക്കിയുള്ളവരോടുള്ള ബന്ധങ്ങൾ നോക്കുമ്പോൾ നമുക്കത് അറിയാമല്ലോ. അവര് കെട്ടിപ്പോയത് കൊണ്ട് ജീവിച്ചു പോയി എന്നേ ഉള്ളൂ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കല്ലറയിൽ എഴുതി വെക്കുന്നതേ ഉള്ളൂ നമുക്ക് പലരുടെയും ജീവിതത്തെ പറ്റി പറയാൻ. ജനനം 11/12 1985. മരണം 13/14 14 ഇല്ലല്ലോ, 13/11 2040. ഇടയ്ക്കുള്ളൊരു വരയുണ്ടല്ലോ. അതിനപ്പുറം ഒന്നും പറയാനില്ലാതെ അവശേഷിപ്പിച്ചു പോകാൻ തക്കവണ്ണം ആത്മാവില്ലാത്ത ജീവിതങ്ങളായി നമ്മുടേത് മാറരുത്. ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. പക്ഷെ ഒന്നുമില്ലായിരുന്നു. ഞാൻ അടുത്ത് വായിച്ചൊരു കഥയുണ്ട്. ചന്ദ്രേട്ടൻ ഒന്നും കഴിക്കാറില്ല എന്നാണ് കഥയുടെ പേര്. അതിൽ ഈ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി കോറിയിടുന്നൊരു വാക്യമുണ്ട്. ചന്ദ്രേട്ടന് വീടില്ല, ബന്ധങ്ങളില്ല, ഒറ്റ ഇല പോലെ ഒരാൾ. അങ്ങനെയുള്ള ചില മനുഷ്യരാണ്. വീടില്ല, ബന്ധങ്ങളില്ല, ഇതെല്ലാം ഉണ്ടെന്ന്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ഒറ്റയില പോലെയുള്ള മനുഷ്യർ പെരുകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന്
ഈ ഭാര്യാഭർത്തൃ ബന്ധ ജീവിതങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാലമാണ്. കാര്യം അത്രമാത്രം വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലം. വിവാഹ ജീവിതം നയിക്കുന്ന, നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയാണ്. കഴിഞ്ഞ ഒറ്റ വർഷം 2800-ലധികം വിവാഹം കഴിച്ച വീട്ടമ്മമാരാണ് കേരളത്തിൽ മാത്രം ഒളിച്ചോടിപ്പോയത്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പേപ്പറിൽ വായിച്ചതാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം അരാജകത്വം, ഒരുപക്ഷെ ഒന്നും പങ്കുവെക്കുവാനില്ലാത്ത ഒറ്റയിലെ പോലെ ചെയ്യുന്ന അരാജകത്വം നമ്മുടെ ഭവനങ്ങൾക്കുള്ളിലുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന കണക്കുകളാണ്. വീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട്: പ്രണയമില്ലെങ്കിൽ ഉടലിനോളം കടുപ്പമാ മരമില്ല വേറെ, ചുണ്ടുകൾ കൊണ്ട് എത്ര കൊത്തിയാലും ശില്പമാകില്ല തീരെ. ഈ രണ്ടുടലുകൾ ഒന്നു ചേരുന്നൊരു പ്രക്രിയ കൂടിയാണ് വിവാഹം. എന്നാൽ ഈ വിവാഹത്തിന്റെ ഇടയിൽ നിന്ന് ഈ പ്രണയം, സ്നേഹം അങ്ങ് ഉതിർന്നു പോയാൽ പിന്നെ ഈ ഉടലിനോളം, ഉടലിനോളം കടുപ്പമാ മരമില്ല വേറെ. പിന്നെ ഭയങ്കര കട്ടിയാണ്, ഒരുമിച്ചിരിക്കാനും കിടക്കാനും എല്ലാം കട്ടിയാണ്. കടുപ്പമാ മരമില്ല വേറെ, ചുണ്ടുകൾ കൊണ്ട് എത്ര കൊത്തിയാലും, ബാഹ്യമായി എത്ര ഉമ്മ കൊടുത്താലും ശില്പമാകില്ല തീരെ. തലമുറകൾക്ക് കണ്ട് ആനന്ദിക്കേണ്ട, ശില്പമാകേണ്ട കുടുംബജീവിതങ്ങൾ ഒറ്റവരി കവിതകളായി അവസാനിക്കുന്ന ദുരന്തം നമ്മൾ കാണുകയാണ്. ആത്മാവില്ലാത്ത ബന്ധങ്ങൾ. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികം, 50-ാം വിവാഹ വാർഷികം ആചരിക്കുന്ന ആ ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പിതാവ് ഒന്ന് വീഴുന്നതും 86-ാം വയസ്സിൽ 8 മാസത്തോളം ബെഡ്റിഡനായി കിടന്ന് ഈ ലോകത്തിൽ നിന്ന് 4 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയത്. ഇപ്പം എൻ്റെ അമ്മ ഒരു ക്യാൻസർ ബാധിതയാണ്. എന്നാലും ഇപ്പോഴും പപ്പായ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം, ഒരു മീനോ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പം അത് കാണുന്ന ഉടനെ, അത് വിളമ്പി വെക്കുന്ന ഉടനെ മമ്മി പറയും, പപ്പായ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു, പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, 50 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അവർക്ക് ജീവിതത്തോടോ പങ്കാളിയോടോ ഉള്ള സ്നേഹം കുറഞ്ഞു പോകുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ അനുദിനം അയവിറക്കുവാനുള്ളത് എന്തെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ഈ അടുത്ത സമയത്ത് കുറച്ച് നാൾക്ക് മുമ്പ് വിദേശത്തൊരു പള്ളിയിൽ പോയപ്പോൾ എന്നോട് വന്ന് അവരുടെ ഭവനത്തിലൊരു വിഷയം പങ്കുവെച്ച ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹം ഒന്ന് കഴിയാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പിരിയാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ഈ പിരിയാതിരിക്കാൻ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിലൊക്കെയുള്ള ആ സ്നേഹബന്ധത്തെ പറ്റി എന്തൊക്കെയൊന്ന് ഓർക്കണം, പെട്ടെന്ന് അങ്ങനെ തീരുമാനത്തിലേക്കൊന്നും പോകരുത്, ഒരുമിച്ച് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം എല്ലാവരുടെയും ജീവിതങ്ങളിൽ കാണും എന്ന് പറഞ്ഞ ഉടനെ അവരെന്നോട് തിരിച്ചു പറഞ്ഞതിന് മറുപടിയുണ്ട്, അച്ഛാ, അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ഈവൻ ഹാവ് എ സിംഗിൾ മൊമെന്റ് ഇൻ മൈ മാരീഡ് ലൈഫ് ടു ചെറിഷ് അബൌട്ട്. എൻ്റെ ഈ 21 വർഷത്തെ വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് വിവാഹ ജീവിതത്തെ ഓർത്തൊന്ന് ചെറിഷ് ചെയ്യാൻ, ഒന്ന് സന്തോഷിക്കാൻ ഒരു മൊമെന്റ് പോലും ഇല്ല. നമ്മൾ അവരോട് പിന്നെ എന്ത് മറുപടി പറയും? ഒരു കാരണം പോലും സ്നേഹിക്കാനില്ലാത്ത 21 വർഷം കളഞ്ഞു കുടിച്ചൊരാൾ നമ്മൾ പിന്നെയും നിങ്ങൾ പോയി ജീവിക്കണമെന്ന് എങ്ങനെ പറയും? പോട്ടെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഭാര്യയുമായുള്ള ബന്ധം, ഒരു ബന്ധവും കൂടെ ഞാൻ പറയാം. മക്കളുമായുള്ള ബന്ധം കൂടി നോക്കാം. ഭാര്യയുമായുള്ള ആത്മാവില്ലായിരുന്നു, ഒന്നും എടുത്തു പറയാനില്ലാത്ത ജീവിതമായിരുന്നു. മക്കൾ നമുക്കറിയാം, ഒന്നാമത് യോനാഥാനാണല്ലോ, സ്വന്തം മകനാണ്. നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ റെഫറൻസിലും ഞാൻ വായിക്കുന്നില്ല. യോനാഥാന്റെ കാര്യം നമുക്കറിയാം. യോനാഥാൻ ദാവീദിനെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യം കൊണ്ട് ശൗൽ യോനാഥാനെയും എന്ത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്? കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ സ്വന്തം മകനെ കൊല്ലാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ അയാളുടെ മനസ്സിൽ ഈ രക്തബന്ധങ്ങളോട് പോലും ഒരു ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടോ? ആത്മാവുണ്ടോ? അയാളുടെ ജീവിതത്തെ മുഴുവൻ ഭരിക്കുന്ന അയാളുടെ സ്വാർത്ഥതയാണ്. അത് ബന്ധങ്ങളിൽ പോലും അതാണ്. ഇനി പെൺമക്കളെ നോക്കാം. 2 പെൺമക്കളാണല്ലോ, മേരബും മീഖളും. ആദ്യം ഒരു ദിവസം ദാവീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മകൾ മേരബിനെ നിനക്ക് നൽകാം, നീ എനിക്ക് വേണ്ടി ശൂരനായി എൻ്റെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി. എന്നിട്ട് പറയുന്നൊരു വാക്യമുണ്ട്, അവൻ തൻ്റെ കൈ കൊണ്ടല്ല, തൻ്റെ ശത്രുവിൻ്റെ കൈ അവൻ്റെ മേൽ വീഴണം എന്ന് അവൻ ആഗ്രഹിച്ചു. ഇപ്പൊ സ്വന്തം മോക്ക് കല്യാണം ആലോചിക്കുകയാണ്.
കല്യാണം ആലോചിച്ചിട്ട് പറയുകയാണ്, ഞാൻ അവനെ നിനക്ക് തരാം. അപ്പം യുദ്ധം വരാൻ പോകുന്നത് ഫെലിസ്തീനുമായിട്ടാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രബലമായ സൈന്യമാണ്. അപ്പോൾ അപ്പം മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാനായിട്ട് അവനെ കൊല്ലണ്ട, മോളെ അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെ സേനാപതിയാക്കിയാൽ അവൻ യുദ്ധത്തിന് പോകും. ആരവനെ കൊന്നോളും? ശത്രുക്കൾ കൊന്നോളും. അങ്ങനൊരു അപ്പന് ചിന്തിക്കണം. നിങ്ങൾ സാധാരണ പറയുമല്ലോ, അപ്പന്മാർക്ക് ആരോട് സ്നേഹം കൂടുതലാന്ന് പറയും? പെമ്മക്കളോട്. ഈ അപ്പനോ? ഇനി പോട്ടെ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മേരബിനെ അവനെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ട സമയത്ത് അവൻ അവളെ മെഹത്തിയാലിന് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ വാക്കും പാലിച്ചില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, രണ്ടാമത്തെ മകളായ മീഖൾ ദാവീദിനെ സ്നേഹിച്ചു. ഇത് ശൗലിന് അറിവ് കിട്ടി. അപ്പോൾ തൊട്ടടുത്ത വാക്യം പറയുന്നുണ്ട്, അവൾ അവനൊരു കെണിയായിരിക്കേണ്ടതിനും അങ്ങനെ അവൻ മരിച്ചു പോകേണ്ടതിനും അവളെ അവന് ഭാര്യയായി കൊടുക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നമുക്ക് 2 മക്കളും വിധവമാരായാലും തൻ്റെ ശത്രു സംഹരിക്കപ്പെടണമെന്ന ചിന്തയിൽ മക്കളോടുള്ള ബന്ധങ്ങളിൽ പോലും 1% ആത്മാർത്ഥത പുലർത്താത്ത മനുഷ്യനായിരുന്നു ആര്? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് വിധങ്ങളിൽ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിലും ആ അഭിഷേകം ഏറ്റവും കൂടുതൽ ജ്വലിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ട ഇടം നമ്മൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന നമ്മുടെ ഭവനങ്ങളാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ എല്ലാ അഭിഷേകങ്ങളും കെട്ടുപോകുന്ന ഇടം എവിടെയായി മാറുന്നു? നമ്മുടെ ഭവനങ്ങളായി. വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും ഇന്ന് തെറ്റിദ്ധാരണകളുണ്ട്, നമ്മൾ കൊടുക്കേണ്ടതെല്ലാം വീട്ടിൽ കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരു പള്ളിയിൽ ചെന്നിട്ട് അവിടെ ഭവന സന്ദർശനത്തിന് ഇറങ്ങുകയാണ്. ചെന്ന അധിക ആഴ്ചകളാവുന്നതിന് മുമ്പ് തന്നെയാണ്. അപ്പം അന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞായറാഴ്ച രാവിലെ ഒരു 11 മണിയായപ്പോഴേ ഞാനൊരു ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, അവിടുത്തെ ഗൃഹനാഥൻ വാതിൽ തുറക്കുന്നത് തന്നെ അയാൾക്ക് 4 കാലയിൽ നിന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അതുപോലെ നിൽക്കാൻ പറ്റും. അതുപോലെ മദ്യപിച്ച് ലെക്ക് കെട്ടാണ് അയാൾ വാതിൽ തുറക്കുന്നത്. അപ്പം അയാൾ വാതിൽ തുറന്നു. അച്ഛനാണെന്ന് കണ്ടോടനെ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അയാളങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ്, ഞാനിങ്ങനെ അങ്ങനെ വള്ളിയിലൊക്കെ കണ്ട ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ അങ്ങ് പറയും. നമ്മളൊന്നും പറഞ്ഞിട്ട് തലയിലേക്കാത്തതാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ എന്നെ അന്നേരം സങ്കടപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അവരുടെ പള്ളിയിൽ ആദ്യമായി വികാരിയായിട്ട് വന്ന അച്ഛൻ ആദ്യമായിട്ട് അവരുടെ വീട്ടിൽ ചെല്ലുമ്പം ഭർത്താവ് കാണിക്കുന്ന ഈ കോമാളിത്തരം കണ്ട് അഭിമാനം മുഴുവനും ഭൂമിയോളം ഇറങ്ങിപ്പോയ ഒരു സ്ത്രീ ജന്മം ആ കൈക്കല പുരണ്ട കയ്യും ആ വസ്ത്രവുമായി ആ ഒരു കർട്ടനപ്പുറത്ത് കണ്ണീന്ന് കുമുകുമാന്നുള്ള കണ്ണുനീരോടെ എന്നോടൊരു വാക്ക് പോലും പറയാൻ കെൽപ്പില്ലാതെ അവിടെ നിൽക്കുന്നത് കണ്ട് സത്യത്തിൽ എൻ്റെ ചങ്ക് ഇറങ്ങിപ്പോയി. ഞാൻ അയാളോടൊന്നും പറഞ്ഞില്ല. ഞാനന്ന് പ്രാർത്ഥിച്ചിറങ്ങുവാണെന്ന് പറഞ്ഞു. ഇറങ്ങാൻ പോയ ഉടനെ ഈ വീട്ടിലെ 2 പെൺമക്കൾ, മൂത്തവൾ 8-ലോ രണ്ടാമത്തോൾ 5-ലോ 6-ലോ കണ്ടാണെന്ന് തോന്നുന്നു. അവർ സൺഡേ സ്കൂളിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അവർ സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരുവാണ്. ഞാൻ പ്രാർത്ഥിച്ചിറങ്ങും. കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴേക്കും അയാൾക്ക് പിന്നെ അങ്ങ് ഒരു ഹാല് കയറിയ പോലായി. അവർ കയറി വന്നുടനെ, മക്കളെ ഇങ്ങനെ വന്നേ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ? ഇന്നും ഞാൻ രാവിലെ പോയി ബീഫ് മേടിച്ചോണ്ട് വന്ന് അവിടെ ഉണ്ട്. മക്കൾ പറഞ്ഞു കൊടുത്തേ, അച്ഛനാ അപ്പ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം പിന്നെ നടന്നത്. ഈ 2 പിള്ളേരെയാണ് അയാൾ ഇങ്ങനെ വിളിച്ച് എൻ്റെ മുമ്പിലോട്ട് നിർത്തിയപ്പോൾ ഉണ്ടല്ലോ, ഈ അപ്പം കാണിക്കുന്ന ഈ പരിപാടി, ഈ 2 വാചകം കൂടെ പറഞ്ഞ ആ മൂത്ത കൊച്ച് എൻ്റെ മുമ്പിൽ നിന്ന് അയ്യോന്നും പറഞ്ഞങ്ങ് അതങ്ങ് ചെറുപിളി ബ്രോക്കണം. അവൾ ഭയങ്കരമായിട്ട് ചങ്ക് തുറന്ന് അവളെ കരയുക. അത്രമാത്രം അവൾ കരഞ്ഞു. അപ്പം എനിക്ക് സങ്കടം വന്നു പോയി. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ അയാളോട് പറഞ്ഞു, താൻ കുറച്ചു മുമ്പേ പറഞ്ഞതിലൂടെ താൻ തന്നെ മക്കൾക്ക് ഒരു കുറവും വരുത്തുന്നില്ല. പിന്നെ എന്തിനാണ് ഈ കൊച്ചി ഇപ്പം കരഞ്ഞത്? അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകുമ്പം താനൊരു അപ്പനാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. മക്കളോടുള്ള ബന്ധമൊക്കെ സുതാര്യമാക്കാന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഞാനൊരു കുറവും വീട്ടിൽ വരുത്തുന്നില്ല. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ഒരു പുസ്തകമുണ്ട്, ദൈവത്തിന്റെ ചാരന്മാർ. അതിൽ അദ്ദേഹം എഴുതുന്ന വരികളുണ്ട്, നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നവർ
കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, അവരുടെ വിലയറിയാൻ മരണത്തോളം കാത്തു നിൽക്കരുത്. ചാകാൻ കിടക്കുമ്പോൾ വെള്ളം എടുത്തു തരാൻ നിങ്ങളുടെ ബോസ് കാണില്ല എന്നോർക്കണം. ഞാൻ ഒരു കുറവും എൻ്റെ വീട്ടിൽ വരുത്തുന്നില്ല എന്ന് ഹുങ്ക് പറയരുത്. വലിയ സ്നേഹത്തിൻ്റെ കുറവ് പല വീടുകളിലുമുണ്ട്. നിങ്ങൾക്ക് മാത്രം നികത്താൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ കുറവ്. അഭിഷേകം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കെട്ടുപോയതിന്റെ കാരണം അയാളുടെ ഒരു ബന്ധങ്ങളിലും ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കട്ടെ. എനിക്കൊരു കാര്യം കൂടി പറയാനും. പ്രിയമുള്ളവരെ, രണ്ടാമത് അയാളുടെ അഭിഷേകം കെട്ടുപോയതിന്റെ കാരണം തൈലാഭിഷേകം നഷ്ടപ്പെട്ട പരിചയ പോലെ ശൗലിന്റെ ജീവിതം അനാവൃതമായി അയാളുടെ തലയുമുടലും വേർപെട്ട് കിടക്കുവാനുള്ള കാരണം വാസ് എ മാൻ ഓഫ് സോൾലെസ് റിലേഷൻഷിപ്പ്. അയാൾ ആത്മാവില്ലാത്ത ബന്ധങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്, എന്തുകൊണ്ടാണ് ശൗലിന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയത്? ഞാൻ പറയും, an ungrateful sinful life giving tears to his godfathers. ജീവിതത്തിൽ കൈപിടിച്ചുയർത്തിയവർക്കൊക്കെ കണ്ണുനീര് മാത്രം നൽകിയ നന്ദികേടിന്റെ പാപജീവിതം നയിച്ച ആളായിരുന്നു ശൗൽ. എന്താ ഞാൻ പറഞ്ഞേ? 2-3 കാര്യങ്ങൾ അതിലുണ്ട്. ജീവിതത്തിൽ കൈപിടിച്ചുയർത്തിക്കൊണ്ട് വന്നവർക്കൊക്കെ കണ്ണുനീര് മാത്രം നൽകിയ നന്ദികേടുള്ള പാപജീവിതം നയിച്ച മനുഷ്യനായിരുന്നു ശൗൽ. 2 റെഫറൻസുകൾ ഞാൻ പറയാം. ഒന്നാമത്, 1 ശമൂവേൽ 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം ശൗലിനെ ഈ നിയോഗത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു കഴിഞ്ഞ് ശമൂവേലിലൂടെ ആ കാര്യങ്ങൾ, ശമൂവേൽ പ്രവാചകനിലൂടെ ആ കാര്യങ്ങൾ ശൗലിനെ അറിയിക്കുന്ന ഭാഗമാണ്. അവിടെ ശമൂവേൽ ആകെ ഒറ്റ കാര്യമാണ് ഈ നിയോഗങ്ങൾ ശൗലിനെ ഫലമേൽപ്പിച്ച് കഴിഞ്ഞിട്ട് ശൗലിനോട് പറയുന്ന ഒറ്റ ഡയറക്ഷൻ, ഒറ്റ കാര്യമേ. നമ്മൾ പട്ടം കൊടുത്ത ആളെന്ന് വിചാരിച്ചോളൂ ശമൂവേലിനെ. ദൈവ നിയോഗത്തിൽ ദൈവസ്ഥാനത്ത് കാണുന്ന ആൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. എന്താണെന്നറിയാമോ? എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കുവാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് നിന്നോട് പറഞ്ഞു തരുവോളോ 7 ദിവസം നീ അവിടെ എനിക്കായി കാത്തിരിക്കണം. ഒറ്റ കാര്യമാണ് ശമൂവേൽ പറഞ്ഞു വിടുന്നത്. നീ എനിക്ക് മുമ്പ് എവിടേക്ക് പോകണം? ഗിൽഗാലിലേക്ക് പോകണം. അവിടെ ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പോകേണ്ടുന്ന വഴിയൊക്കെ നിനക്ക് പറഞ്ഞു തരും. ഈ പറഞ്ഞു തരുന്നവരെ നീ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കണം. ഈ ദിവസം വന്നു. ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഈ പറഞ്ഞ ദിവസം വന്നു. അത് 1 ശമൂവേൽ 13-ാം അധ്യായത്തിലാണ്. അവിടെ എന്താണ് ശൗൽ ചെയ്തതെന്ന് പറയുന്നു. അതിന്റെ 13-ന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിലെത്തി. ജനം അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ശമൂവേൽ വന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് നിന്നു. 13-ാം വാക്യം, ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഞാൻ വരുന്നവരെ നീ അവിടെ കാത്തിരിക്കണം. ഇവിടെ ശൗല് കാത്തിരുന്നു. 7 ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് 1 സെക്കൻഡ് പോലും ആയില്ല. ഒറ്റ സെക്കൻഡ് പോലും ശൗല് വെയിറ്റ് ചെയ്തില്ല. അവൻ എന്ത് ചെയ്തു? പുരോഹിതന്മാർ മാത്രം കഴിക്കുവാൻ വിധിക്കപ്പെട്ടിരുന്ന സമാധാനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒരു രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൗല് ചെയ്തു. നിങ്ങൾ നോക്കണം, ശമൂവേൽ ഒരുപാട് താമസിച്ചില്ല. ഈ യാഗങ്ങൾ കഴിച്ചു തീർന്ന ഉടനെ, അവിടെ എഴുതിയിട്ടുണ്ട്, യാഗം കഴിച്ചു തീർന്ന ഉടനെ ആര് വന്നു? അപ്പൊ 1/2 മണിക്കൂർ പോലും ആർക്കു വേണ്ടി കാത്തിരുന്നില്ല? ശമൂവേലിന് വേണ്ടി ശൗല് കാത്തിരുന്നില്ല.
ഇനി അതിൻ്റെ ഒരു കാരണം വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്തായിരിക്കും ശൗലിനെ അങ്ങനെ ധൈര്യത്തോടെ ഈ കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? നിങ്ങൾക്കറിയാമല്ലോ, ഈ ശൗല് ധനവാനായ ഒരു അപ്പന്റെ മകനായിരുന്നു. ആരായിരുന്നു ശൗലിന്റെ പിതാവ്? കീശായിരുന്നു. അപ്പൊ ഈ ദൈവം ശൗലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശൗലിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന്, അവൻ ധനവാനായ ഒരു അപ്പന്റെ മകനായിരുന്നെങ്കിലും അവൻ അങ്ങനെ മറ്റ് ജീവിത വഴികളിലേക്കൊന്നും പോയില്ല. തന്നെയുമല്ല, ശൗൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിരുന്നു. അവിടെ പറയുന്നുണ്ട്, അവനോടൊപ്പം തോൾപ്പൊക്കമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നു. അവൻ കോമള രൂപിയുമായിരുന്നു. നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. തെറ്റായ വഴിക്കൊന്നും അതുവരെ പോയിട്ടില്ല, 30 വയസ്സ് വരെ. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അവനെ ഈ നിയോഗത്തിലേക്ക് വിടുമ്പോൾ സംഭവിക്കുന്നത്, ഈ കീശിന്റെ അപ്പനായ കീശിന്റെ കുറച്ച് കഴുതകളെ കാണാതെ പോയി. കഴുത അത്ര വില കൂടിയ മൃഗമൊന്നുമല്ല. എന്നാലും കീശിന് അത് സങ്കടമായി എന്ന് കണ്ടിട്ട് അപ്പന്റെ സങ്കടം തീർക്കാൻ ഈ കഴുതകളെ തേടിപ്പോയൊരു മനുഷ്യനാണ് ആര്? ശൗൽ. അപ്പൊ അങ്ങനെയുള്ള ചില ക്വാളിറ്റീസ് ആരിലുണ്ടായിരുന്നു? ശൗൽ. നിങ്ങൾ ഇനിയും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴുതകളെ തേടിയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. നിങ്ങൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. പല നാടുകൾ, 2-3 നാടുകൾ, 2-3 മലകൾ, ഇതൊക്കെ താണ്ടി ഈ അപ്പന്റെ സങ്കടം മാറ്റാൻ ഈ കഴുതകളെ ക്ഷമയോടെ അന്വേഷിച്ച മനുഷ്യനായിരുന്നു ആര്? ശൗല്. ഇനി ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. കഴുതയ്ക്ക് വേണ്ടി കാത്തിരുന്ന അത്രയും പോലും അയാൾ ആത്മാവിന് വേണ്ടി കാത്തിരുന്നില്ല. അയാൾ ഗുരുവിന് വേണ്ടി കാത്തിരുന്നില്ല. അയാൾ യഹോവയുടെ അരുളപ്പാടിന് വേണ്ടി കാത്തിരുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? പണ്ഡിതന്മാർ പറഞ്ഞ, ഈ യാത്ര കഴിഞ്ഞ് ശൗല് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം നടക്കുന്നുണ്ട്. കുറെ പ്രവാചകന്മാർ ശൗലിനെ എതിരേറ്റ് വരും. അവർ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കും. അവിടെ പറയുന്നുണ്ട്, ശൗലും അന്നേരം എന്ത് ചെയ്തു? ആത്മാവിൽ നിറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ പ്രവചിച്ചു. ശമൂവേൽ പ്രവാചകൻ വരാൻ താമസിച്ചപ്പോൾ ശൗലിനെ ഉള്ളിൽ ഭരിച്ച അഹങ്കാര ബോധം എന്താണെന്നറിയാമോ? ഞാനും വലിയ പുരോഹിതനും പ്രവാചകനൊന്നും അല്ലെങ്കിലും ഞാൻ ഒരിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ ശമൂവേൽ ഒരു വലിയ പ്രവാചകനാണെങ്കിൽ ഞാൻ തീരെ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല, ഞാൻ ഒരു ചിന്ന പ്രവാചകൻ. അതുകൊണ്ട് ഞാൻ ബലി അർപ്പിച്ചാലും ഇപ്പൊ ഞാൻ പറയും, അഭിഷേകത്തെ നഷ്ടമാക്കിയ അഹങ്കാരം, അഭിഷേകങ്ങളെ നഷ്ടമാക്കി കഴിഞ്ഞ അഹങ്കാരം ആരെ ബാധിച്ചു? ശൗലിനെ ബാധിച്ചു. ഇത് ശമൂവേൽ അവിടെ വെച്ച് തന്നെ ശമൂവേലിന് പ്രയാസമായി. കൈപിടിച്ച് ഉയർത്തിയത് ആരാണ്? ശമൂവേലാണ്. അങ്ങനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നവർക്ക് ആദ്യ പരിപാടിയിൽ തന്നെ ദുഃഖം നൽകിയ ആര്? ശൗൽ. ആദ്യ ഉദ്യമത്തിൽ തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നവരെ കണ്ണുനീര് കുടിപ്പിച്ചു. ആര്? ശൗൽ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് വിശദമാക്കാം. 1 ശമൂവേൽ 15:3 അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനത് പെട്ടെന്ന് പറയാം. അവിടെ ശൗലിന് യുദ്ധമൊക്കെ ജയിച്ചു വന്നപ്പോൾ യഹോവയായ ദൈവം നേരിട്ട് ശൗലിനോട് പറഞ്ഞ് ഫലമേൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഇനി ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രം പറയുകയാണ്. ഇനിയിപ്പോൾ നീ യുദ്ധം ചെയ്യേണ്ടത് ആരോടാണെന്നറിയാമോ? അമാലേക്യരോട് യുദ്ധം ചെയ്യണം. എന്നിട്ട് വ്യക്തമായിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അവരുടെ ഒന്നും നീ എടുക്കരുത്, ഒന്നും ബാക്കി വെക്കരുത്. അവരുടെ ആടിനെയോ മാടിനെയോ രാജാവിനെയോ ഒന്നിനെയും ബാക്കി വെക്കരുത്. അവരെ സമൂലം നശിപ്പിച്ച് കളയണമെന്ന് യഹോവയായ ദൈവം ശൗലിനോട് പറയുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ദൈവം അങ്ങനെ ഒരു ജാതിയെ അങ്ങനെ സമൂലം നശിപ്പിക്കണമെന്ന് പറയത്തക്കോണം ക്രൂരനാണോ യഹോവയായ ദൈവം എന്ന് ചിന്തിക്കാം. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. അതെന്താണ് അമാലേക്യരോട് അങ്ങനെ ദൈവത്തിനൊരു ബോധ്യമുണ്ടാകാനുള്ള കാരണം? അത് 25-ാം അധ്യായം 17 മുതലുള്ള വാക്യം ഞാനത് വായിക്കാം. ആവർത്തന പുസ്തകം 25:17 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഇവിടുന്ന് പരിമലയ്ക്ക് പദയാത്രയുണ്ടോ? ഈ പദയാത്ര പോകുമ്പം എല്ലാവരും ഒരുമിച്ച് നടന്നു തുടങ്ങിയാലും കുറേ കഴിയുമ്പം ഈ പദയാത്രയുടെ ഏറ്റവും പുറകിലായി പോകുന്ന ആരായിരിക്കും? വയ്യാത്തവര്, രോഗികള്, പ്രായമായവര്, അല്ലേ, നടക്കാൻ ബുദ്ധിമുട്ട്, ബലഹീനര്.
ഇപ്പൊ ഈ ഇസ്രയേലിന്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര ഒരുപാട് പേര് അവരെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അമാലേക്യരുടെ ദൈവം പൊറുക്കാതിരുന്നതിന്റെ കാരണം, അമാലേക്യർ എവിടുന്ന് വന്ന് ആക്രമിച്ചെന്നറിയാമോ? പുറകീന്ന് വന്ന് ആക്രമിച്ചു. പുറകീന്ന് വന്ന് ആക്രമിച്ചപ്പോൾ അമാലേക്യർ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞത് ആരെയാണ്? ഇവിടെ യഹോവ എടുത്തു പറഞ്ഞു, നിങ്ങളിൽ ബലഹീനരായവരെ അവർ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ദൈവം അവിടെ സ്ഥിരമാക്കുമ്പോൾ അവരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണം. ഇതുകൊണ്ടാണ് ശൗലിനോട് പറഞ്ഞത്, അവരുടെ ഒന്നും നീ എടുക്കരുത്, എല്ലാം നശിപ്പിക്കണം. എന്നാൽ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ശൗല യുദ്ധം ചെയ്തു, അവരെ തോൽപ്പിച്ചു. പക്ഷേ തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് ശൗൽ ഒരു കാര്യം ചെയ്തു, അനുസരണക്കേട്. എന്താണെന്നറിയാമോ? ശൗൽ എന്ത് ചെയ്തു? അവിടെ രാജാവിനെ ജീവനോടെ പിടിച്ചു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മേത്തരമായ ആടിനെയും എല്ലാം പിടിച്ചുകൊണ്ട് പോന്നു. അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്കതിന്റെ സങ്കടം മനസ്സിലാകും. അവിടെ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ ഈ കാര്യം അറിഞ്ഞിട്ട്, ശൗൽ ഇങ്ങനെ അനുസരണക്കേട് കാണിച്ചു എന്നറിഞ്ഞിട്ട് ശമൂവേൽ വന്ന് ശൗലിനോട് പറയുന്ന കാര്യമുണ്ട്. എന്താണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശൗൽ ചില കള്ളങ്ങളൊക്കെ പറയുന്നു. അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ശമൂവേൽ പറയുകയാണ്, അപ്പോൾ 17-ാം വാക്യത്തിൽ, അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രയേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചിട്ട് നീ ചെന്ന് അമാലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന മനോഹരമായൊരു വാക്യമാണ് ശമൂവേൽ പറഞ്ഞത്. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രിയമുള്ളവരെ, വളരെ ആഴപൂർവ്വം നമ്മളിത് ചിന്തിക്കണം. ദൈവം നമ്മളെ ചില നിയോഗങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ കൈപിടിച്ചുയർത്തിയവരെ വന്ന വഴികളെ മറന്ന് ഗുരുത്വമില്ലാതെ അഹങ്കാരത്തോടെ അവരുടെ നേരെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, അവർ നമ്മളെ പൂർവ്വം കണ്ണുനീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ വഴി കൈപിടിച്ചുയർത്തിയവരാരായാലും, അത് മാതാപിതാക്കളായാലും ഗുരുക്കന്മാരായാലും, ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തവർ നമ്മൾ മൂലം കണ്ണുനീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിഷേകം കെട്ടുപോകും. അത് അഭിഷേകത്തെ ഇല്ലാതാക്കുന്ന അഹങ്കാരമാണ്. അത് കൈപിടിച്ചുയർത്തിയവരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഭാവമാണ്. രണ്ടാമത്, പാപത്തോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നോ കോംപ്രമൈസ് വിത്ത് സിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിഷേകങ്ങൾ കെട്ടുപോകും. അതുകൂടി ഒരു വാക്യത്തിലൊന്ന് വിശദീകരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കിയാട്ടെ. എല്ലാ മേഖലകളിലും കൈപിടിച്ചുയർത്തിയവരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന അനുഭവങ്ങളല്ലേ? നമ്മളെയൊക്കെ ഇന്ന് വരെ ഈ ജീവിതത്തിൽ കൊണ്ടുവന്നത് ആരാണ്? എല്ലാവരെയും വളർത്തി വലുതാക്കിയത് ആരാണ്? മാതാപിതാക്കളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിക്കുന്ന ആരാണ്? നോക്കൂ, അതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കണം, ഇന്ന് ഈ അഭിഷേകങ്ങൾ നമ്മൾ കാണുന്ന സർവ്വ ദുരന്തങ്ങളുടെയും പുറകിൽ ഈ അഭിഷേകം ഇല്ലായ്മയാണ്. ഈ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അഹങ്കാര ബുദ്ധിയോടെ എഴുന്നേറ്റ് നിൽക്കും. അഭിഷേകത്തിന്റെ രാഹത്യമുള്ളിടത്താണ് നമ്മൾ അഹങ്കാരത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മൾ പാപത്തോടെ സ്നേഹിക്കാൻ തുടങ്ങുന്ന അന്നേരമാണ്. ഞാൻ അടുത്ത് വായിച്ചൊരു കഥയാണ്, അമ്മയെ കൊണ്ട് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ പറയുന്നുണ്ട്, ഒരു സംഭവമായിട്ട് നടന്ന സംഭവമായി ബന്ധപ്പെട്ടാണ്. ഗുരുവായൂർ നല്ലതുപോലെ ഒരമ്മയെ, 88 വയസ്സുള്ള ഒരു അമ്മയെ ഒരുക്കി എല്ലാ ആഭരണങ്ങളും ഒക്കെ ധരിപ്പിച്ച് ഒരു മകനും മരുമകളും കൂടി കൊണ്ടുവന്ന് തൊഴാൻ കൊണ്ടുപോയി. രാവിലെ തൊഴുതിട്ട് അവിടെ അടുത്തുള്ളൊരു വെയിറ്റ് ഷെഡിൽ അമ്മയെ കൊണ്ടിരുത്തിയിട്ട് ഇവര് ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോയി. അമ്മ ഇവിടെ ഉച്ച വരെ ഇരുന്നു. അപ്പൊ ഈ മനുഷ്യൻ ചെന്ന് ചോദിക്കുമ്പം അവരിപ്പോ വരുമെന്നും പറഞ്ഞു നോക്കി. അവർക്ക് മനസ്സിലായി ഉപേക്ഷിച്ചതാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈ അമ്മ സങ്കടത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. എല്ലാ ആഭരണങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവര് ഗുരുവായൂരിൽ നടന്ന് തൃശ്ശൂരേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഈ ചെല്ലുന്ന ആള് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് പേടിയില്ലേ അങ്ങ് വരെ ഇതൊക്കെ ഇട്ട് ഒറ്റയ്ക്ക് നടക്കാൻ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യില്ലേ? അപ്പൊ ഈ അമ്മ തിരിച്ചു പറയുന്നുണ്ട്, മോന്റെ പേടി എന്തുവാ? എന്നെ ആരെങ്കിലും ഇനി കൊല്ലുവോന്നാണോ? അതിന് മോനെ, അവരെന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയപ്പോ തന്നെ അമ്മ മരിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. കൈപിടിച്ചുയർത്തിയവരൊക്കെ കണ്ണുനീര് കുടിക്കുന്ന ഒരു കാലമാണ്. ഇനി ഗുരുക്കന്മാരുടെ കാര്യമോ? 2-3 മാസങ്ങൾക്ക് മുമ്പ് പേപ്പറിൽ നിങ്ങൾ വായിച്ചാണ്, തൊടുപുഴ ഒരു കോളേജ് അധ്യാപകനെ കോടതി വെറുതെ വിട്ടു.
വേദ വിട്ടതിന്റെ കാരണം 5 പെൺകുട്ടികൾ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താണ് ഈ അധ്യാപകൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഒരു വർഷത്തെ കാര്യങ്ങൾ അനുസരിച്ച് ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കുമ്പസാരിച്ചു. സംഭവം നടന്നെന്തെന്നറിയാമോ? ഇവർ കോപ്പി അടിച്ചത് ഈ അധ്യാപകൻ പിടിച്ചു. അത് വെളിയിൽ വന്നാലുള്ള മാനക്കേട് ഭയന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്ത കുരുട്ട് ബുദ്ധിയാണ് ഈ അധ്യാപകനെതിരെ പീഡന പരാതി ഫയൽ ചെയ്തത്. ആ മനുഷ്യന്റെ കരിയർ, അയാളുടെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം, അയാളുടെ അനുഭവങ്ങളെല്ലാം നഷ്ടമായി. കൈപിടിച്ചുയർത്തിയവരെയൊക്കെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു കാലമാണ്. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാലമാണ്. ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞല്ലോ, ഒരു വീട്ടിൽ കുറെ പേര് താമസിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നില്ല. അത് പെണ്ണുമായിട്ട് ഒരുമിച്ച് ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല പിള്ളേരല്ലേ, ആണുമായിട്ട്. അപ്പൊ ആ ചിന്ത ഉണ്ടാക്കിയത് നോർമലൈസിങ് ദ സിൻ എന്ന് പറയും. കാണാനും കേൾക്കാനും ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ വട്ടം കൂടി ചിരിച്ച് കാണും, വോട്ടും ചെയ്ത് കാണും ചിലർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്വന്തം വീട്ടിൽ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴും ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴും ഈ ഉശിരി കാണും. അപ്പം ജീവിതത്തെ പറ്റി, ഈ പാപത്തോട് കോംപ്രമൈസ് ചെയ്തിരുന്ന് കണ്ട് ഉല്ലസിച്ച് ചിരിച്ചതിനെ പറ്റി ഒരു ബോധ്യത്തിൽ നിൽക്കാനിടയാകരുത്. അതുകൊണ്ട് വളരെ ഗൗരവപൂർവം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിഷേകം കെട്ടുപോയതിൻ്റെ 3ാമത്തെ കാരണം, കൈപിടിച്ചുയർത്തിയവരെയൊക്കെ കണ്ണുനീര് കുടിപ്പിച്ച നന്ദികേടിൻ്റെ ജീവിതം കൂടി ശൗൽ നയിച്ചു. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. ശൗൽ അങ്ങനെ യുദ്ധത്തിൽ പോയി. ഒന്ന് ശമൂവേലിൽ ശൗൽ തന്നെത്താനെ വീണ് മരിച്ചുവെന്നും മറ്റൊരിടത്ത് അമാലേക്കൻ വെട്ടിക്കൊന്നുവെന്നും 2 ശമൂവേലിന്റെ ആദ്യവും കാണുന്നു. 2 പാഠങ്ങളുണ്ട്. എന്തു തന്നെയായാലും ഒരു വലിയ നിയോഗം ലഭിച്ച മനുഷ്യൻ അവന്റെ തലയും ഉടലും വേർപെട്ട് കിടന്നു. അവന്റെ അസ്ഥികളെടുത്തൊരു പിച്ചുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ട് ഒരു കല്ലറ പോലും ലഭിക്കാതെ ആ മനുഷ്യൻ മരിച്ചു. പിന്നീട് ദാവീദ് ശൗലിന്റെ അസ്ഥികൾ എടുത്ത് കീശിന്റെ കല്ലറയിൽ കൊണ്ട് അടക്കുന്നുണ്ട്. നോക്കൂ, എത്ര ദുരന്തപൂർണമായി തീർന്നു പോയ ഒരു അഭിഷേക ജീവിതമാണ്. പരിചയുടെ അഭിഷേകം നഷ്ടപ്പെട്ടാണ്. ജീവിതത്തിന്റെ പ്രതിരോധങ്ങളെല്ലാം തകർന്നു പോയതാണ് കാരണം. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. എന്തെന്നറിയാമോ? ശൗലിനെ തെരഞ്ഞെടുത്തപ്പോൾ അവന്റെ തോൾപ്പക്കവും തലപ്പക്കവും ഒക്കെ നോക്കി തലയിൽ അഭിഷേകം കൊടുത്തു. അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ ശൗലിന്റെ തലയും നഷ്ടമായി. അതുകൊണ്ട് ദൈവം ദാവീദിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, എല്ലാരെയും നിരത്തി പറഞ്ഞു, അവന്റെ തലയോ പൊക്കമോ നോക്കരുത്. മനുഷ്യൻ ബാഹ്യമായിട്ടുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. ഹൃദയങ്ങളിൽ, തലയിൽ അഭിഷേകമാണെങ്കിലും അഭിഷേകം നിലനിൽക്കേണ്ടത് ഹൃദയങ്ങളിൽ കൂടിയാണ്. നമ്മുടെ ഹൃദയത്തിലെ അഭിഷേകം ഒരിക്കലും നഷ്ടമായി പോകാതിരിക്കട്ടെ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്? കൃപയുടെ കൂടാരങ്ങളെ ഗണ്യമാക്കാത്തൊരു ജീവിതം നമുക്കുണ്ടെങ്കിൽ അഭിഷേകം നഷ്ടമാകും. ആത്മാവില്ലാത്ത ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ അഭിഷേകം നഷ്ടമാകും. ഗുരുത്വം നഷ്ടമാക്കുന്ന, കൈപിടിച്ചവരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു ജീവിതം, നന്ദികേടിന്റെ, അഹങ്കാരത്തിന്റെ, പാപത്തോട് കോംപ്രമൈസ് ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ അഭിഷേകം നഷ്ടമാകും. നമ്മുടെ ജീവിതവും അഭിഷേകം നഷ്ടമിട്ട പരിചയ പോലെയാകാതിരിക്കുവാൻ ഈ ജീവിത വഴികളെ സൂക്ഷിച്ചുകൊണ്ട്, ഈ ചിന്തകളാൽ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളെ ആവശ്യപ്പെട്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.